हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം 14-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദേവീ ഹേഷ്യാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. മലയാളം: ഗുണം നിറഞ്ഞൊരെന്മായ ദൈവീയം ദുരതിക്രമം എന്നെ അണയുവോരെല്ലാം തന്നെ മായയ്ക്കതീതരം. ദൈവീ ഗുണമയീ മമ ഏഷാ മായ. ദിവ്യവും ഗുണമയിയുമായ എൻ്റെ ഈ മായയെ ദുരത്യയാഹി അതിക്രമിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ഓവർകം ചെയ്യുക എന്നുള്ളത്, മറികടക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. ഏ മാം ഏവ പ്രപദ്യന്തെ. ആർ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ തേ അവർ ഏതാം മായാം തരന്തി, ഈ മായയെയും തരണം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലൊരു സംശയം വന്നു. മായയാകുന്ന പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട്. മായ നമ്മളെയെല്ലാം ഭഗവാന്റെ സ്വരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മായയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് ഭഗവാൻ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് എത്താം? അപ്പോൾ അർജുനൻ്റെ മനസ്ഥിതി നോക്കൂ. അർജുനൻ നമ്മൾ ആദ്യം ശ്ലോകം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ പിന്തിരിഞ്ഞോടുകയാണെന്നൊക്കെ പറഞ്ഞ അർജുനൻ ഇപ്പം ഭഗവാനിലേക്ക് എത്താൻ പലതരം വഴികൾ ഭഗവാൻ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനം വിജ്ഞാനമാക്കാനുള്ള മാർഗം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, നല്ല നല്ല കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മായാമറയിൽ നിന്ന് മോചനം കിട്ടിയിട്ട് ഭഗവാനിലേക്ക് അടുക്കാൻ എന്താണ് മാർഗം ചോദിക്കുന്നില്ല കേട്ടോ ഭഗവാൻ തന്നെ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ചോദിക്കണ്ട, അതിന് മുന്നേ തന്നെ ഞാൻ വിശദീകരിച്ച് തരാമല്ലോ എന്താണ് എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അനുഭവത്തിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മായാമറ എങ്ങനെയാണ് നീക്കുന്നത് എന്നാണ് പറയുന്നത്. ദേവി ഗുണമയി, അതായത് ഈ 3 ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ, 3 പ്രകൃതി ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള എൻ്റെ ഈ ദിവ്യശക്തിയെ അതിജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്കായിട്ട്, അതായത് എല്ലാം എന്നിൽ സമർപ്പിക്കുന്ന ഒരാൾ, എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു അസുഖം വന്നാൽ കുറച്ച് മാറാൻ വിഷമമുള്ള ഒരസുഖമാണെങ്കിൽ ചില ഡോക്ടർമാരത് മറച്ചു വയ്ക്കും രോഗിയിൽ നിന്ന്, അവർക്ക് വിഷമം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മളത് പറഞ്ഞേ മതിയാവൂ. അവർക്ക് ഓവറായിട്ട് ഒരു ഹോപ്പ് കൊടുക്കണ്ടല്ലോ, നാളേക്ക് തന്നെ മാറും. ഒരിക്കലും മാറില്ല ഏകദേശം മാറില്ല എന്നുള്ള ഒരു അസുഖമാണെങ്കിൽ നാളേക്ക് തന്നെ മുഴുവൻ മാറും കേട്ടോ, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ മാറും, നീ പേടിക്കണ്ട എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. അതേസമയത്ത് ചില ഡോക്ടർമാർ അങ്ങനെ പറയും. മറ്റ് ചില ഡോക്ടർമാർ അതിൻ്റെ ഗൗരവം, ഇതാണ് നിൻ്റെ അസുഖം, അതിൻ്റെ ഗൗരവം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് രോഗി അറിഞ്ഞിരിക്കണമല്ലോ അക്കാര്യം, ചിലപ്പോൾ പറഞ്ഞോന്നും വരും. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ മായയിൽപ്പെട്ട് ദുഃഖങ്ങൾ കാണിക്കുമ്പോൾ ഭഗവാൻ അതിൻ്റെ ഗൗരവം, അതായത് നിങ്ങളിങ്ങനെ പെട്ടിട്ട് കാര്യമില്ല, ഒന്നും നേടാനില്ല, നിങ്ങളിവിടെ നിന്നാൽ നിങ്ങളുടെ അസുഖം മാറില്ല എന്ന് പറഞ്ഞ പോലെ മാറില്ല. പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, എന്നാൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതായത് മരുന്നും അങ്ങനെ തന്നെയാണല്ലേ, മെല്ലെ രോഗിക്ക് മാറില്ല എന്ന് പറയുന്നില്ല, മുഴുവനായിട്ട് മാറാൻ കുറച്ച് കാലതാമസമുണ്ട്. എന്നെ വിശ്വസിക്കൂ, എൻ്റെ ഗുളികകളിൽ വിശ്വസിക്കൂ, ഞാൻ അതിന് ചികിത്സ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് രോഗം ഭേദമാവാൻ ധാരാളം ചാൻസ് ഉണ്ട്.
എന്ന് പറഞ്ഞ് പക്ഷെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയും വേണം. അതേപോലെ തന്നെ ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയാണ്. ഈ മായിൽ കിടന്ന് നട്ടം തിരിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അതിനപ്പുറത്തേക്ക് വരൂ. അപ്പോൾ എല്ലാം വിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്താണ് ബുദ്ധി കൊണ്ടുണ്ടാവുന്ന വ്യാമോഹവും ഈ സംസാര ദുരിതങ്ങളും എല്ലാം അതിജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സംശയം വരും, എന്തുകൊണ്ടാണ് എല്ലാവരും ഭഗവാനെ പ്രാപിക്കാത്തത്? അപ്പം നമുക്ക് നമ്മളെ ഭഗവാനായിട്ട് കാണുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എന്നൊരു വ്യക്തിയിലാണ് കാണുന്നതാവുമ്പോഴാണ് പ്രശ്നം. അതായത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ധർമ്മം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ബന്ധങ്ങൾ മുഴുവനും വന്നു. ഈ ബന്ധങ്ങൾ വരുമ്പോൾ എന്താണ്, ഞാൻ ആർക്കാണ് ജോലി ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അവിടെ മുഴുവനും ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിച്ചിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് എന്താ വേണ്ടത്? ഈ മായയാകുന്ന പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മളിങ്ങനെ ഇരുട്ടിൽ കടന്ന് തപ്പി തടയുന്ന ഒരാളെ പോലെയാണ്. ഒരു ടണലിൽ കൂടെയൊക്കെ ഒരു ട്രെയിനോ അല്ലെങ്കിൽ കാറോ ബസ്സോ ഒക്കെ പോവുകയാണെങ്കിൽ അപ്പുറത്ത് വെളിച്ചമുണ്ട്, പക്ഷെ കുറച്ച് ദൂരമുള്ള കിലോമീറ്റർ കണക്കിന് ദൂരമുള്ള ഒരു ടണലാണെങ്കിൽ ആ വെളിച്ചം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അപ്പുറത്ത് വെളിച്ചമുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്. അവിടേക്ക് എത്തണം. അപ്പോൾ ആ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കണം, ടണലിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നേ പറ്റുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ആ പ്രകാശം കാണണം. ആരാണ്? സാക്ഷാൽ ഭഗവാനായി അറിയണം എന്ന തത്വം നമ്മുടെ തലയിൽ കയറിക്കഴിഞ്ഞാൽ അപ്പം നമുക്കൊരാഗ്രഹം വരും. ആ ആഗ്രഹം ഒരു ഉറച്ചൊരാഗ്രഹമായിരിക്കണം. എന്തായാലും ഞാൻ നേടിയിരിക്കും. പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയാണല്ലോ, റാങ്കൊക്കെ കിട്ടണം അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലൊരു കോൺഫിഡൻസ് കൊടുക്കണം, എനിക്ക് എന്തായാലും കിട്ടും, കാരണം ഞാൻ അത്രയും പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് എനിക്കൊന്നും തന്നെ പേടിക്കാനില്ല, അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന ഒരു ഉറപ്പ്. അതേപോലെ തന്നെ അപ്പുറത്ത് വെളിച്ചമുണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്ത് കടക്കണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളത് വീണ്ടും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ആദ്യം നമുക്കൊരാഗ്രഹം വേണം, പുറത്ത് കിടക്കണം, അപ്പുറത്ത് വെളിച്ചമുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലേ, അപ്പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ കാണാം. ഉണ്ടോ? നമുക്കൊരു സംശയമാണ്, ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണണമല്ലേ. പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് തിരിയണം. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, നമ്മളൊന്ന് തിരിഞ്ഞാൽ മതി. പിന്നെ അവിടെ എത്തിക്കുന്ന കാര്യം ആരേറ്റു? ഭഗവാൻ ഏറ്റു. അപ്പം ഇത്രയും നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ ഭഗവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. എത്ര ജീവജാലങ്ങളുണ്ടെങ്കിലും ഓരോ ജീവജാലങ്ങൾക്കും ശക്തി തരാനായിട്ടുള്ളതാണ് ഭഗവാൻ. അത്രയും റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് തിരിഞ്ഞ് കൈയൊന്ന് ഭഗവാന് കൊടുക്കുക മാത്രമേ വേണ്ടൂ. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരനെ അറിയണമെന്ന് എല്ലാവർക്കും എന്താ തോന്നാത്തത്? അതൊരു സംശയം തന്നെയല്ലേ. അതായത് ഈ മായാമറ നീക്കണം, ഭഗവാനിലേക്ക് എത്താം, അപ്പോൾ എല്ലാം ആനന്ദമാണ്, പരമാനന്ദമാണ്, ആത്മസാക്ഷാത്കാരം നേടും എന്നൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഭഗവാനെ പ്രാപിക്കാത്തത്? അതാണ് 15ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ന മാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഭഗവാൻ കുറച്ച് രൂക്ഷമായ വാക്കുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മലയാളം 15ാമത്തെ ശ്ലോകം. ദുഷ്കർമ്മമേറും നധമൻ മൂഢരേ എന്നണഞ്ഞിടാം മായയാൽ അറിവേറ്റോരായി ആസുരം ഭാവമാളുവോർ. മായയാ അപഹൃതജ്ഞാന. മായയാൽ ജ്ഞാനം എന്താണ്, അജ്ഞാനം എന്തെന്ന് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജ്ഞാനത്തെ മുഴുവനും ആരോ അടിച്ചുകൊണ്ടേക്കാണ്, അപഹരിക്കപ്പെട്ടേക്കാണ്. അവരതിനെ എന്താ വിളിക്കുന്നത്? മൂഢഹ എന്ന് വിളിക്കുന്നത്. അവർ മൂഢരാണ്. ആസുരം ഭാവം ആശ്രിത. അവർ അസുരപ്രവർത്തികൾ മാത്രമേ ചെയ്യുള്ളൂ. ദുഷ്കൃതിന നരാധമ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ദുഷ്കൃതിന, ദുരാചാരികളാണ് അവർ. നരാധമ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നരാധമന്മാരാണ്. മാം ന പ്രപദ്യന്തേ.
അങ്ങനെയുള്ള ആൾക്കാരൊന്നും എന്നെ ശരണം പ്രാപിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്നെ ശരണം പ്രാപിക്കില്ല. അപ്പം നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി. എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങയെ ശരണം പ്രാപിക്കാത്തത്? എല്ലാവരും അങ്ങനെ എല്ലാവർക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സൺലൈറ്റ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും സൺ വരുമ്പോൾ സ്റ്റാർസ് എല്ലാം പോകും, പിന്നെ രാത്രി ആവുമ്പോൾ മൂൺ വരുമ്പോൾ സ്റ്റാർസ് ആകാശത്ത് വരുന്നു. ആക്ച്വലി സ്റ്റാർസ് അവിടെ ഉണ്ടല്ലോ, പക്ഷേ സണ്ണിൻ്റെ ഒരു ലൈറ്റ് കാരണം നമുക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. സൂര്യൻ്റെ പ്രകാശം മൂലമാണ് നക്ഷത്രങ്ങളെ കാണാത്തത്. അതേപോലെ ഭഗവാൻ അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ മായ അവിടെ ഇങ്ങനെ മറ വെച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റാനാണ്? അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഈ ത്രിഗുണങ്ങൾ മുഴുവനും, ഈ മായാപ്രപഞ്ചം സൃഷ്ടിച്ചതാരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അപ്പുറമുള്ള വഴിയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ പിന്നെ എന്തിനാണ് ഇത് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ നേരിട്ട് ഭഗവാനെ കാണായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ശബരിമല കയറുന്ന പോലെയാണ്. കുറച്ച് കഷ്ടപ്പെട്ട് 40 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടാണ് മല ചവിട്ടേണ്ടത്. അതുപോലെ നമ്മൾ ശരിയായ പാതയിലൂടെ വളരെ വ്യക്തമായിട്ട് നീങ്ങിയാൽ മാത്രമേ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നു. അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മളിങ്ങനെ വലയിൽപ്പെട്ട് ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടുന്നില്ല. ദുഷ്കൃതിനഹ എന്ന് പറഞ്ഞത് ആദ്യം മായയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇല്ലാത്ത സുഖം തേടി പോവുകയാണ് ചെയ്യുന്നത്. മായ നമ്മളെ മാടി വിളിക്കുകയാണ് സത്യത്തിൽ. അത് കിട്ടും, ഇത് കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ പായാണ്. ഒരു കുട്ടി ജനിക്കുന്ന കാലം മുതൽക്ക് തുടങ്ങുമല്ലേ. ജനിച്ചു കഴിഞ്ഞ് ആദ്യം ആ കുട്ടിക്ക് ആ കിടക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ തന്നെ കുറച്ച് കാലം എടുക്കും. അങ്ങനെ കമിഴൽ, നീന്തൽ ഇതെല്ലാം നമ്മൾ മുന്നേയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടന്നു തുടങ്ങുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞു ബാല്യം കഴിഞ്ഞു. നമ്മൾ സ്കൂളിലൊക്കെ ചേർന്ന് കഴിഞ്ഞു തുടങ്ങി. പുറത്തൊരു ഭണക്കെട്ടും വെച്ച് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്ര ബുക്കാണ് കൊണ്ടുവന്നത്? 20 ബുക്കെങ്കിലും ഉണ്ട്. കൊട, ചോറ്റുപാത്രം, പിന്നെ റെയിൻ കോട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തൂക്കി വലിയൊരു ബാഗും തൂക്കി പോവും. അവിടെ നിന്ന് തുടങ്ങുകയാണ് ദുരിതങ്ങൾ. എന്നിട്ടോ സ്കൂളിൽ ചെന്നാലോ സ്വയമുണ്ടോ? ഇല്ല. പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, ഇത് തന്നെ പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചു കഴിഞ്ഞ് ജോലിയാവുന്നു. എന്നാൽ സ്വസ്ഥത കിട്ടുമോ? ഇല്ല. അവിടെയും ടെൻഷൻ. എപ്പോഴാണ് സ്വസ്ഥത കിട്ടുന്നത്? വിവാഹം കഴിഞ്ഞു, വീണ്ടും ടെൻഷൻ കൂടുന്നു. അത് കഴിഞ്ഞാലോ വയസ്സായി, അപ്പം മരണത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളായി, വീണ്ടും ടെൻഷൻ കൂടി. എപ്പോഴാണ് അപ്പം നമുക്ക് സുഖം കിട്ടുന്നത്? ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ഒരിക്കലും കിട്ടാത്ത ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നത്? മരുഭൂമിയിൽ ചെന്നാൽ അപ്പുറത്ത് മരുപ്പച്ച എന്ന് പറയില്ലേ നമ്മൾ, മരീചിക, അവിടെ വെള്ളം ഉണ്ടെന്ന്, മിറാഷ് അല്ലേ, അങ്ങോട്ട് പോയാൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ എന്ത് കാണും? അവിടെ ഒന്നുമില്ല, വെള്ളമില്ല. അതേപോലെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി, അത് കഴിഞ്ഞാൽ സുഖമായി. കുട്ടികൾ വിചാരിക്കും പഠിപ്പ് കഴിഞ്ഞാൽ സുഖമായി. ഇല്ല. ജോലി കിട്ടിയാലോ? അപ്പോഴും സുഖമില്ല. അപ്പോൾ വിവാഹം കഴിക്കണം, എന്നാൽ സുഖമായി. ഭർത്താവിൻ്റെ കൂടെ ചുറ്റി കറങ്ങാം, ഭാര്യയുടെ കൂടെ ആസ്വദിച്ച് ജീവിക്കാം. സുഖമുണ്ടോ? ഇല്ല. പിന്നെയും പോകുക തന്നെയാണ്. കഷ്ടതകൾ വരുന്നു. അപ്പോഴേക്കും വീട് വയ്ക്കണം, മറ്റ് പ്രാരബ്ധ കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായോ? ഇല്ല. അപ്പോഴേക്കും അസുഖങ്ങളുടെ വരവ് തുടങ്ങും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുക. അപ്പം നമ്മൾ ഈ ഇല്ലാത്ത സുഖത്തിൻ്റെ തേടി പോവുകയാണ്. അപ്പോൾ എന്തും ചെയ്യും ഈ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സുഖം തേടി പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അവരിൽ എന്താണ് വരുന്നത്? ആസുരഭാവമാണ് വരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ മായ കൊണ്ട് ഈ സുഖം നേടാനുള്ള തിടുക്കം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള ആസക്തിയാണ് അവിടെ. ആഗ്രഹം മാറി ആസക്തിയിലേക്ക് കിടക്കും. അവരെയാണ് ഭഗവാൻ വിളിച്ചത്? നരാധമൻ എന്ന് വിളിച്ച്. അതായത് മൃഗങ്ങളെപ്പോലെയൊക്കെ പെരുമാറുന്നതാണ്. മൃഗങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നില്ല. കാരണം അവർക്ക് കുറച്ച് ഭക്ഷണം, വെള്ളം, കിടക്കാൻ ഒരു സ്ഥലവും കിട്ടിക്കഴിഞ്ഞാൽ അവർ തൃപ്തരാ. അങ്ങനെ നമ്മൾ തൃപ്തരാകുമോ? ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും തൃപ്തരാവില്ല. ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭമായിട്ടുള്ളൊരു ജന്മമാണ്.
എപ്പോഴെങ്കിലുമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയിട്ട് പോലും മനുഷ്യൻ അത് ആസ്വദിക്കാതെ ഈ മൃഗങ്ങൾ കാണിച്ചു കൂട്ടുന്ന പോലെ, അതായത് ചില ആൾക്കാരാണെങ്കിൽ ഒരു ജോലിക്കും പോകുന്നില്ല, ഒന്നും പരിശ്രമിക്കുന്നില്ല, ഇങ്ങനെ തിന്നുക കുടിക്കുക ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ചെയ്യുന്നിട്ട് എന്താ കാര്യം? എന്നാലോ അമിതമായിട്ടുള്ള ആസക്തി കാര്യങ്ങൾക്കോ അതും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഈ നേരത്തെ പറഞ്ഞ കുറേ വാക്കുകൾ ഉപയോഗിച്ചത് ഭഗവാൻ കറക്റ്റായിട്ട്. അവരെ പിന്നെ വേറെന്താ വിളിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നരാധമൻ എന്നൊക്കെ വിളിച്ചത്, ദുഷ്കൃതനഹ എന്നൊക്കെ വിളിച്ചത്. അങ്ങനെ ചിന്തിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോകും. അപ്പോൾ സ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഒന്നും നേടാനാവുന്നില്ല. അതുകൊണ്ടാണ് അവരെ എന്ത് വിളിച്ചത്? മൂഢന്മാർന്ന് വിളിച്ചത്. അതേ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നെ ഭജിക്കാതിരിക്കുന്നത്. വിഷയസുഖങ്ങളിൽ ആസക്തരായവരാണ് എന്നെ ഭജിക്കാത്തത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഭജിക്കാത്തതെന്നല്ലായിരുന്നോ സംശയം? അതിപ്പോൾ തീർന്നു കിട്ടി. കാരണം എല്ലാവർക്കും സുഖം തേടിയിട്ടുള്ള മായയിൽപ്പെട്ട് അലഞ്ഞ് ഇതാണ് സുഖമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നാലെ പോകുന്നു. അപ്പം നമ്മൾ മരുഭൂമിയിലെ വെള്ളം കാണുന്ന പോലെ തന്നെ ആയി പോകുന്നു. അവിടെ എത്തുമ്പോൾ എന്താണ്? ഒരു സുഖവും കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ 2 ശ്ലോകങ്ങളാണ് വായിച്ചത്. ഇനി 16ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ ഭഗവാനെ ആരൊക്കെയാണ് ഭജിക്കുന്നത്? എല്ലാവരും ഭജിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആരാണ് ഭജിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് അടുത്ത ശ്ലോകത്തിൽ തീരും. ഓക്കെ. അസ്മിൻ പരാത്മനനുപാത്മകൽപേതുമിത്തമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.